Friends, now we are moving to the next topic, which is called parturition. What is meant by parturition? Have you heard about the term? Parturition is nothing but it is a process by which the fetus, the placenta, and also all the fetal membranes are expelled from mother's reproductive tract to the outside. അതായത് പാർച്ചുറേഷൻ എന്ന് പറയുകയാണെന്നുവെച്ചെങ്കിൽ അതിനെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം ചൈൽഡ് ബർത്ത്. ഫീറ്റസ് അതുപോലെ അതിനെ അസോസിയേറ്റ് ചെയ്ത് കിടന്ന എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ഫ്ലൂയിഡ്സ് ഒക്കെ മദറിൻ്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എക്സ്പെൽ ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് പാർച്ചുറേഷൻ. ലാബർ ഈസ് ആക്ച്വലി വി ക്യാൻ ഓൾസോ കോൾ ഇറ്റ് ആസ് ലാബർ. Okay, so labor is a sequence of involuntary defined contraction that results in the dilation of the uterine cervix and expulsion of the fetus and placenta from the uterus. ഈ ഒരു ലേബർ എന്ന് പറയുകയാണെന്നുവെച്ചെങ്കിൽ എന്താണ്, ഒരു ഈ മദറിന് അറിയാത്ത രീതിയിലുള്ള ഒരുപാട് ഇൻവോളണ്ടറി ആക്ഷൻസ് വഴി യൂട്രൈൻ വോൾസ് എല്ലാം കോൺട്രാക്ട് ചെയ്തിട്ട് ഈ ബേബീനെ യൂട്രസിൻ്റെ ഉള്ളിൽ നിന്ന് എക്സ്പെൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, ഒരു സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ആണ് ഇതിൽ നടക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിൽ, അതായത് പാർച്ചുറേഷനിൽ നടക്കുന്നത്. പാർച്ചുറേഷൻ എന്നൊരു പ്രോസസ്സിനെ വി ക്യാൻ ഡിവൈഡ് ഇൻ ടു 3 different സ്റ്റേജസ് വിച്ച് ഇസ് കോൾഡ് ഡൈലേഷൻ, എക്സ്പെൽഷൻ ആൻഡ് പ്ലാസൻറ്റേഷൻ. ഓക്കെ, ഈ 3 സ്റ്റേജിലൂടെയാണ് നമ്മൾ ലേബർ അല്ലെങ്കിൽ പാർച്ചുറേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. So what is meant by dilation? The first one is called dilation. The first stage of the labor begins with a regular painful contraction of the uterus which occurs less than 10 minutes apart. ഓരോ 10 മിനിറ്റ് കൂടുന്തോറും ഈ യൂട്രൈൻ വോൾസ് കോൺട്രാക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ആണ് എന്തെന്ന് പറയുന്നത് ഡൈലേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ യൂട്രസിൻ്റെ സെർവിക്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ നെക്ക് റീജിയൻ ഇങ്ങനെ ഡൈലേറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം ഈ ബേബീനെ യൂട്രസിൽ നിന്ന് പുറത്തേക്ക് എക്സ്പെൽ ചെയ്യണം. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു 10 മിനിറ്റ് കൂടുന്തോറും നടക്കുന്ന ഈ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദിസ് യൂട്രൈൻ വോളിനെ നമ്മൾ പറയുന്ന പേരാണ് ഡൈലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ this is generally begins in the upper portion of the uterus and sweep downwards. ഇത് യൂട്രസിൻ്റെ അപ്പർ റീജിയനിൽ, സെർവിക്സിൻ്റെ റീജിയനിലാണത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് താഴേക്ക് ഇങ്ങനെ അതിൻ്റെ പെയിൻ ഇങ്ങനെ ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. ആസ് എ കോൺട്രാക്ഷൻ ഇൻക്രീസസ് ദി ഇൻറ്റൻസിറ്റി ആൻഡ് ഫ്രീക്വൻസി ദ cervical canal is gradually forced open to maximum diameter of approximately this much of centimeter and it generally lasts about 6 to 12 hours. ഓക്കെ, വിച്ച് ഇസ് മീഡിയേറ്റഡ് ബൈ സർക്കുലേറ്റിംഗ് ഹോർമോൺസ് ആൻഡ് സം അതർ ഫാക്ടേഴ്സ് ലൈക്ക് പ്രോസ്റ്റാഗ്ലാൻസ്. ഒരുപാട് ഹോർമോൺസിൻ്റെയും അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻസ് ആയിട്ട് പ്രോസ്റ്റാഗ്ലാൻസിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസോട് കൂടിയിട്ട് ഈ യൂട്രൈൻ വാളിലുണ്ടാകുന്ന അല്ലെങ്കിൽ സെർവിക്കൽ വാളിലുണ്ടാകുന്ന റെഗുലറായിട്ടുള്ള ഒരു എന്താ പറയുക കോൺട്രാക്ഷൻ, ആ കോൺട്രാക്ഷൻ്റെ ഭാഗമായിട്ട് ആ ഭാഗം എന്ത് ചെയ്യും, ഡൈലേറ്റ് ചെയ്യും, കോൺട്രാക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. കാരണം ഈ ബേബീനെ എക്സ്പെൽ ചെയ്യണമല്ലോ. ഏകദേശം 6 മുതൽ 12 മണിക്കൂർ വരെയാണ് ഈ ഒരു പ്രോസസ്സ്, ഈ ഡൈലേഷൻ എന്ന് പറയുന്നത്, ഈ സെർവിക്കൽ റീജിയൻ കോൺട്രാക്ട് ചെയ്യും ഡൈലേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യത്തെ 6 to 12 അവറിലാണ് ഈ ഡൈലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ദെൻ വിച്ച് ഇസ് ഫോളോഡ് ബൈ ദ എക്സ്പെൽഷൻ. ഇറ്റ് ബിഗിൻസ് വെൻ ദ സർവീസ് ഇസ് ഫുള്ളി ഡൈലേറ്റഡ് ആൻഡ് എൻഡ്സ് വിത്ത് ഡെലിവറി ഓഫ് ദ ബേബി. എക്സ്പെലൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെർവിക്സിലൂടെ ഈ ബേബി പുറത്തേക്ക് വരുന്ന പ്രോസസ്സാണ് എക്സ്പെലഷൻ എന്ന് പറയുന്നത്. ഡ്യൂറിങ് ദി സ്റ്റേജ് ദ ഫീറ്റസ് ഡിസെൻഡ് ത്രൂ ദ സെർവിക്സ് ആൻഡ് വെജൈന. ബേബി പുറത്തേക്ക് വരുന്ന ഇതിലൂടെയാണ്, സെർവിക്സിലൂടെയും വെജൈനയിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. ആ സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീറ്റൽ മെംബ്രെയിൻസ്, ഞാൻ പറഞ്ഞു അമ്നിയോൺ കോറിയോൺ എന്ന് പറയുന്ന 2 എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറായിട്ട് ഫോം ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ ഫീറ്റസ് കിടക്കുന്നത്. അപ്പോൾ ഫീറ്റസ് പുറത്തേക്ക് പോന്നിട്ടുണ്ടെങ്കിൽ ഇതിന് അനുബന്ധമായിട്ടുള്ള ഫീറ്റൽ മെംബ്രെയിൻസൊക്കെ റപ്ചർ ചെയ്തിട്ട് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡും ഫീറ്റൽ മെംബ്രെയിൻസൊക്കെ ഈ ബേബി വരുന്നതോടുകൂടി തന്നെ എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. ദെൻ ദ ഫീറ്റസ് ഹെഡ് മൂവ്സ് റാപ്പിഡ്ലി ഇൻ ദ ബർത്ത് കനാൽ. അങ്ങനെ ബർത്ത് കനാലിനുള്ളിലൂടെ ഫീറ്റസിൻ്റെ ഹെഡാണ് ഫസ്റ്റ് വരുന്നത്. ദ ഹെഡ് ഓഫ് ദ ബേബി ഈസ് എക്സ്പെൽഡ് ബൈ പവർഫുൾ ട്രാക്ഷൻ ഓഫ് ദ യൂട്രസ് അലോങ് വിത്ത് ദ കോൺട്രാക്ഷൻ ഓഫ് ദ അബ്ഡമിനൽ മസിൽസ്. അബ്ഡമിനൽ മസിൽസിൻ്റെ കോൺട്രാക്ഷനും അതുപോലെ തന്നെ പവർഫുൾ കോൺട്രാക്ഷൻ ഓഫ് ദ യൂട്രൈൻ മസിൽസും വഴിയാണ് ഈ ഹെഡ് എന്ന് പറയുന്നത്, ഫീറ്റസിൻ്റെ അല്ലെങ്കിൽ ബേബിയുടെ ഹെഡ് എന്ന് പറയുന്നത് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, വൺസ് വിച്ച് ഇസ് ബോൺ ദ റെസ്റ്റ് ഓഫ് ദ ബോഡി ഫോളോസ് മച്ച് മോർ ഈസിലി. അങ്ങനെ ബേബിയുടെ ഫുൾ ഓർഗൻസും എല്ലാ പാർട്ടും പുറത്തേക്ക് വരണമെങ്കിൽ ബാക്കിയുള്ള പോർഷൻസ്, അതായത് ഫീറ്റൽ മെംബ്രെയിൻസൊക്കെ ഈസി ആയിട്ട് തന്നെ ഇതിലൂടെ പുറത്തേക്ക് വരും. ഈ ഒരു എക്സ്പെൽഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്, 20 മുതൽ 50 മിനിറ്റ്, ഏകദേശം 1 മണിക്കൂറോളം ആണ് ഈ ഒരു എക്സ്പെൽഷൻ എന്ന് പറയുന്ന സ്റ്റേജിന് എടുക്കുന്നത്. സോ ഇതാണ് നമുക്ക് ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയാവുന്ന സെർവിക്സ്, യൂട്രസിൻ്റെ സെർവിക്കൽ റീജിയൻ ഡൈലേറ്റ് ചെയ്യുന്നത്. ഡൈലേറ്റ് ചെയ്യുമ്പം എന്ത് ചെയ്യും,
ഈ ബേബിക്ക് ഇതിനുള്ളിലൂടെ പുറത്തേക്ക് വരാൻ പറ്റും. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പുറത്തേക്ക് വരുന്ന ചൈൽഡ് ബർത്താണ്. യൂട്രസിൻ്റെ വോൾസ് എല്ലാം കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ഈ സെർവിക്കൽ കനാൽ മാക്സിമം അതിൻ്റെ ഡയമീറ്റർ കൂട്ടും, അങ്ങനെ ഡെലിവറി സംഭവിക്കും. പിന്നെ മൂന്നാമത്തെ സ്റ്റേജാണ് എന്ത്, പ്ലാസെൻ്റൽ സ്റ്റേജ് എന്നത്. ഈ പ്ലാസെൻ്റ അല്ലെങ്കിൽ നമ്മൾ ചാപിള എന്നൊക്കെ പറയല്ലേ, പ്ലാസെൻ്റ പുറത്തേക്ക് വരുന്നത്. The placental stage, about 10 to 45 minutes after the birth of the baby, the uterus continues to become smaller and smaller in size. ഇപ്പോൾ പ്ലാസെൻ്റൽ സ്റ്റേജിൽ എന്തുണ്ടാവും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പൊക്കിൾ കൊടി, അതുപോലെ ഇതുണ്ടല്ലോ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, ഇതെല്ലാം പ്ലാസെൻ്റയുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ റീജിയൻസും എന്ത് ചെയ്യും, ഈ മൂന്നാമത്തെ പ്ലാസെൻ്റൽ സ്റ്റേജിൽ സെർവിക്കൽ കനാലിലൂടെ പുറത്തേക്ക് പോകും. ഓക്കെ, അങ്ങനെ ഇത് ഫുള്ള് പുറത്തേക്ക് പോകുമ്പോൾ ഈ യൂട്രസിൻ്റെ ആ ഒരു ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് ബിക്കം സ്മോളർ ആൻഡ് സ്മോളർ ഇൻ സൈസ്. സോ ദ പ്ലാസെൻ്റ ഗെറ്റ്സ് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ഫ്രം ദ ഇംപ്ലാന്റേഷൻ. പ്ലാസെൻ്റ എന്ന് പറഞ്ഞ സ്ട്രക്ചർ എവിടെയാണ് ഉണ്ടായിരുന്നത്, യൂട്രസിലായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ പുറത്തേക്ക് വരുന്നതോടുകൂടി ഇംപ്ലാന്റേഷൻ സൈറ്റിൽ നിന്ന് പ്ലാസെൻ്റ കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് വരും. അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് ബ്ലീഡിങ് സംഭവിക്കും. ഇപ്പം ചില കേസുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡെലിവറി കഴിഞ്ഞെന്ന് വെച്ചെങ്കിൽ ഓവർ ബ്ലീഡിങ് ആയിട്ട് ഡെത്ത് സംഭവിച്ചു എന്നൊക്കെ. അപ്പം ഇതാണ് ചൈൽഡ് ബർത്ത് കഴിഞ്ഞെന്ന് വെച്ചെങ്കിൽ ഒരുപാട് ബ്ലഡ് പുറത്തേക്ക് പോകും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാസെൻ്റയാണ് പുറത്തേക്ക് വരുന്നത്. അതിന് അസോസിയേറ്റ് ചെയ്ത് കാണുന്ന യൂട്രസിൻ്റെ ഇംപ്ലാന്റേഷൻ സൈറ്റിലുള്ള ബാക്കിയുള്ള ബ്ലഡ് വെസൽസും എല്ലാമാണ് പുറത്തേക്ക് വരുന്നത്. അപ്പം സംഭവിക്കുന്ന ഒരു ബ്ലഡ് ലോസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 350 ml ബ്ലഡോളം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആഫ്റ്റർ ഡെലിവറി മദറിൻ്റെ ബോഡിയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്. സോ ഡയലേഷൻ, എക്സ്പെൽഷൻ, പ്ലാസെൻറ്റേഷൻ, ഇങ്ങനെ 3 സ്റ്റേജിലൂടെയാണ് പാർച്ചുറേഷൻ അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്.